പുകച്ചു വിട്ട പോലെ. എടുക്കൂലേ ആംബുലൻസ് ആവുന്നത്. നീ എടുക്കണ്ട. മൈക്രോ സ്വഭാവത്തിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റമില്ല. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള സ്വിഫ്റ്റ് കൊടുത്തു, പകരം നമ്മൾ പൊളിക്കാനായിട്ട് ഒരു ഫോർഡ് ഐക്കൺ എടുത്തു. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി ചൈത്തി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചിലർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ നമ്മുടെ സ്വിഫ്റ്റ് കൊടുത്തു ഗൈസ്. അപ്പോൾ സ്വിഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ആയിട്ട് വന്നതാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ എടുത്തത് ഈ കാണുന്ന ഫോർഡ് ഐക്കൺ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് പേർക്ക് കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മളിത് സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലുമൊക്കെ ലോ ബഡ്ജറ്റ് ഒരു 50,000 രൂപക്ക് താഴേക്ക് ഏതെങ്കിലും വണ്ടികൾ നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഓടിച്ച് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ബിക്കോസ് നമ്മളിതൊരു സ്ക്രാപ്പ് റേറ്റിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആർക്കെങ്കിലും ഓടിച്ച് പഠിക്കാനായിട്ട് ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇപ്പോഴും, എന്താണ് വണ്ടി കൊടുത്തോ പൊളിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ വരെയാണ് ഒരു ടൈം കൊടുത്തത്, കാരണം വൈകിട്ടാകുമ്പോൾ പിന്നെ ഞാൻ തിരക്കൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ വരെ നമ്മൾ ടൈം കൊടുത്തു. ആരും അങ്ങനെ ഒരു വരാം, എന്താ പറയുക, കുറേ പേര് ദൂരത്തു നിന്നുള്ളവരാണ്. പിന്നെ കുറേ പേര് വിളിച്ച് ചുമ്മാ കളിയാക്കുന്ന പോലെയൊക്കെ സംസാരിച്ചു. സോ പിന്നെ ഞാൻ ഫൈനലായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഡിസിഷൻ എടുത്തു, നമുക്ക് വണ്ടി സ്ക്രാപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പുല്ലേപ്പടിയിലുള്ള സ്ക്രാപ്പിൻ്റെ ഷോപ്പിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ കേട്ടോ. ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ആകെ ഉള്ളത് ഈ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, ഇത് ഇച്ചിരി ടൈറ്റാണ്, കുറച്ചധികം ടൈറ്റ് ഉണ്ട് സ്റ്റിയറിങ്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോവല്ലേ, വേറെ ഒന്നും ഇനി പറയാനായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സ് ഫോർഡ് ഐക്കണിൻ്റെ പാർട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫോർഡ് ഐക്കണിൻ്റെ ഒക്കെ പാർട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഇന്നിപ്പോൾ വേറെ ഇവിടെ കുറേ വണ്ടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാവേ. ഇപ്പം നിലവിൽ വന്നേക്കണം ടാറ്റ ഇൻഡിക്ക, ECS, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഈ വണ്ടികളൊക്കെ നമ്മുടെ വാഗനർ, പിന്നെ ഈ മഹീന്ദ്രയുടെ ജീറ്റോയോ ആ സംഭവം, അത് മറ്റേ പിക്കപ്പ് വാൻ പോലത്തെ സാധനമില്ലേ അത്. പിന്നെ അതൊരു ഹ്യുണ്ടായി വെർണ വന്നിട്ടുണ്ട്, കാണിച്ചല്ലേ, ഹ്യുണ്ടായി വെർണ, പഴയ ഹ്യുണ്ടായി വെർണ കേട്ടോ. 1.6 ലിറ്റർ വരുന്നത്. ഇതിൻ്റെ ഹ്യുണ്ടായി വെർണയുടെ എന്തെങ്കിലും പാർട്സ് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്ക വന്നിട്ടുണ്ട്. പിന്നെ ഫോർഡ് ഫിഗോ അതുപോലെ തന്നെ ഇത് ഏതായിരുന്നു, ഏതാ ഫ്രണ്ട് നോക്കട്ടെ, ഷെവർലെ അവിയോണോ? ഓക്കെ, ഇത് അവിയോ കേട്ടോ. പിന്നെന്തായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിസാൻ മൈക്ര ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഡ സൂപ്പർബ്, ഇത് ഏത് വണ്ടിയായിരുന്നു, കുറേ പാർട്സ് വന്നിട്ടുണ്ട്. ജ്യാദാ ഗരം അതെ, हिंदी थोड़ा मार, ये हमारा दोस्त है इधर അതെ, ഇവിടത്തെ ഞങ്ങളുടെ കൂട്ടുകാരാണ് കേട്ടോ. ഇത് കുജൂർ
പിന്നെ നെയിം എന്തായിരുന്നു? ശംഭു. ഇത് ശംഭു ഷംനാദിക്ക. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന കസ്റ്റമറാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു നിസാൻ മൈക്ര ഉണ്ട്. ഇതേ മൈക്രയുടെ ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്. അയ്യോ ഇത് മൈക്ര അല്ല, പണ്ടായത്. ഇതെല്ലാം ഒരുമിച്ച് ഒരേപോലെ പണിത് വെച്ച് കഴിഞ്ഞാൽ വല്ല പറയാനുള്ള റെനോൾട്ട് പൾസാണ്ട്. ഞാൻ ആ ടെയിൽ ലൈറ്റ് ഇല്ല, അത് പകുതി കണ്ടിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ ഇത് ഏതായിരുന്നത്? ഹുണ്ടായുടെ ഇത് കൊണ്ടായിരുന്നടാ. എടാ ഏതാണിത്? അല്ല എനിക്ക് മനസ്സിലായി. പച്ചയാണ് ഞാൻ കണ്ടേക്കണം അതിന്റെ. പിന്നെ ഇത് ഒരു ആംബുലൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഇന്ന് പൊളിക്കാൻ വേണ്ടി വന്നതാ. ഇഗ്നീസ് പൊളിക്കാനുള്ളതല്ല, അതൊരു കസ്റ്റമറാണ്. ഏതാ? ഓമിനി MPFI ആണേ. പിന്നെ ഇവിടെയും കുറെ വണ്ടികളുണ്ട് ഗൈസ്. ഉണ്ടോ? ഫോർഡ് ഫിഗോ, പിന്നെ അതുപോലെ തന്നെ പഴയ സാൻഡ്രോ, ഹ്യുണ്ടായിയുടെ വണ്ടികൾ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ യെസ്, എൻ്റെ ക്യാമറമാൻ അങ്ങോട്ട് പോയിക്കോളും, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഒരുപാട് പാർട്സ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു മിഡ് പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വണ്ടികളാണ് ഇവിടെ കൂടുതലും വരുന്നത്. പിന്നെ പ്രീമിയം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കൂടുതലും വരുന്നത് മിഡ് പ്രീമിയം വാഹനങ്ങളാണ്. ഈ പറഞ്ഞ പോലെ സാൻഡ്രോ, അതുപോലെ തന്നെ വെർണ, ഫോർഡ് ഫിഗോ, അങ്ങനെ കുഞ്ഞു വണ്ടികളില്ല, അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലും വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടിയുടെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പുല്ലേപ്പടിയിലെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി. നമുക്കിവിടെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഏതെങ്കിലുമൊക്കെ പാർട്സ് വേണം, നിങ്ങൾക്ക് ദൂരത്ത് വീട് നിങ്ങളുടെ ദൂരെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരെ വിളിച്ചു കഴിഞ്ഞാൽ പാർട്സ് അയച്ചു തരും. ഇല്ലേ ഷംനാദിക്ക? കൊറിയർ ചെയ്ത് തരും. ഷംനാദിക്ക ആയിരിക്കും അത് അയച്ചു തരുന്നത്. ഓക്കെ. പിന്നെ അത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് വേറെ പരിപാടികളുണ്ട്, അതിന് പോകണം. ഞാനപ്പോൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ചോറിനാണോ? पेट्रोल निकल रहा है, पेट्रोल पानी अभी स्कूटी में डालेगा पेट्रोल. हमारा गाड़ी में पेट्रोल नहीं है. आपका गाड़ी पेट्रोल नहीं है? പെട്രോൾ അടിച്ചു കാണുന്നത്. അയ്യോ, വേറെ വണ്ടിയിലേക്ക് ഒഴിക്കാനായിട്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ, അതിൻ്റെ അകത്തും വേറെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. പാർട്സൊക്കെ പൊളിച്ച് തീർക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ പാർട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. യെസ്, ടയറുണ്ട്, മിററുണ്ട്, ഗ്ലാസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡോറുണ്ട്, ഡോർ പാഡ് ഉണ്ട്, പിന്നെ വണ്ടിയുടെ എൻജിൻ പാർട്സ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, എവറിത്തിങ്. എന്താ പറയുക, വണ്ടിയുടെ ഈച്ച് ആൻഡ് എവറി പാർട്സ്. ഇവിടെ പൊളിക്കുന്ന വണ്ടികളുടെ പാർട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പൊളിക്കാത്ത വണ്ടികളൊക്കെ കുറേ പേര് നമ്മൾ വിളിച്ച് ചോദിക്കും. അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും ഗൈസ്. പൊളിച്ച വണ്ടികളുടെ പാർട്സ് മാത്രമല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. പിന്നെ വീൽ കപ്പ്, അലോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, സ്പീഡോമീറ്റർ, പിന്നെന്തായിരുന്നു, വണ്ടിയുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്സ് വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ, ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ഫോർഡ് ഐക്കൺ നമ്മൾ പൊളിക്കാൻ പോവാണ്. പാർട്സ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.